കഥയായിട്ട് ഒരു സിനിമയായിട്ട് വരുമ്പോൾ അവരെങ്ങനെ നിങ്ങൾ കൺവിൻസ് ചെയ്യും? അല്ലെങ്കിൽ ഇപ്പോൾ ഈ രണ്ടുപേരും തന്നെ ഈ സിനിമ ഇതാണ് അവിടെ നടന്നിരിക്കുന്നത്. വിനായകൻ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ടും അല്ലെങ്കിൽ കൃത്യമായിട്ടും മറുപടി നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരു വിനായകനെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. ഇങ്ങനെ ഒരു വിനായകനെ തന്നെയാണ് നമുക്ക് മമ്മൂക്ക തിരികെ നൽകിയിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആ ഒരു സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ സ്നേഹം കൊണ്ട് തന്നെ വിനായകനെ കീഴ്പ്പെടുത്തി എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉദാഹരണം തന്നെയാണിത്. വിനായകൻ പറയുന്നുണ്ട്, അയാൾക്ക് എല്ലാ ആളുകൾക്കിടയിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്, സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്, തിയേറ്ററിൽ പോയിട്ട്, പക്ഷെ പറ്റുന്നില്ല. എല്ലാം ഉണ്ടായിട്ടും ഇതൊന്നും പറ്റാത്തതല്ലേ ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ എന്നാണ് വിനായകൻ ചോദിക്കുന്നത്. പിന്നെ വിനായകൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും വൃത്തികെട്ട എന്നെ ഇത്രയും അധികം ജനങ്ങൾ ഇപ്പോൾ സ്നേഹിക്കുന്നു. അത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ് തോന്നുന്നത്. ഞാൻ ചത്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നതെന്നാണ് വിനായകൻ പറയുന്നത്. അത് വിനായകൻ്റെതായിട്ടുള്ള രീതിയിൽ വിനായകൻ ചിന്തിക്കുന്നതാണ്. പക്ഷേ വിനായകൻ ഇത്രയും നാളും വിനായകൻ ഉണ്ടായിരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ വിനായകൻ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് മാർക്ക് എല്ലാം മാറിയിരിക്കും.